ഹേ ഗൈസ്, അപ്പോൾ ഇന്നാണ് നമ്മളെ ഗിൽഡിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മളെ ഗിൽഡിൽ കയറാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക ഗൈസ്. നമ്മളെ ഗിൽഡ് നോക്കുവാണെങ്കിൽ ലെവൽ 7 മാക്സ് ആണ്, 25 ലക്ഷം ഗ്ലോറി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോണർ നോക്കുവാണെങ്കിൽ ഗൈസ് 10 ഹോണറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഗിൽഡാണ് ഗൈസ്. നമ്മളെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ കയറിയിട്ടുള്ളൊരു ഗിൽഡാണ് ഗിൽഡ് വാറിൽ. അതുപോലെ തന്നെ ഇപ്പോൾ ഗിൽഡിൽ 35 പേര് മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ചധികം പ്ലേസിന് ആവശ്യമുണ്ട്. അപ്പോൾ കയറാൻ താല്പര്യമുള്ളവർ എന്തായാലും കയറാൻ ശ്രമിക്കുക. പിന്നെ ഗിൽഡിൽ കയറാൻ കുറച്ച് റൂൾസും മിനിമം റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ പാലിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ ഗിൽഡിലോട്ടേക്ക് കയറാൻ പറ്റുന്നതാണ്. ഗിൽഡിൽ കയറുന്നവർ ശ്രദ്ധിക്കണം, പ്രത്യേകം മൈക്കോണായി കളിക്കണം, അതുപോലെ തന്നെ ഗിൽഡ് മേറ്റ്സായിട്ട് കമ്പനി ആവണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെ ഗിൽഡ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലുണ്ട്, അതുപോലെ തന്നെ കേരളത്തിൽ 12ാമതാണ്, അതുപോലെ തന്നെ കണ്ണൂരിൽ 2ാമതാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഗിൽഡ് നോക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഗൈസ് നമ്മളെ ഗിൽഡിന് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, F4 കേരള എന്നാണ് പേര്. പക്ഷേ ഇപ്പോൾ നിലവിൽ ആ ഒരു പേജില്ല. കുറച്ച് കണ്ണാപ്പികൾ കൂടി നമ്മളെ ഗിൽഡിൻ്റെ പേജ് ബാൻ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇല്ല. നമ്മളെ ഗിൽഡിന് മാത്രമല്ല എൻ്റെയും ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇല്ല. അങ്ങനെ വരുന്നവന്മാരും പോകുന്നവന്മാരും എല്ലാം കൂടി നമ്മളെ മക്കിട്ടാണ്, നമ്മളാരും ഒന്നും ചെയ്യാനും പോയിട്ടില്ല. എന്ത് ചെയ്യാനാ, ഗിൽഡിനും ഇൻസ്റ്റാ പേജില്ല, എനിക്ക് ഇൻസ്റ്റാ പേജില്ല. ഓക്കെ, അപ്പോൾ നമ്മളെ ഗിൽഡിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ നോക്കാം ഗൈസ്. അപ്പോൾ മിനിമം റിക്രൂട്ട്മെൻറ്റ് പറയാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഗിൽഡിൽ കയറണമെങ്കിൽ മിനിമം ഒരു 60 ലെവൽ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ BRലോ CS-ലോ ഹീറോയ്ക്ക് റാങ്ക് ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മേലെ റാങ്ക് ആയിരിക്കണം. പിന്നെ ഒരു 2 KDയും കാര്യങ്ങളൊക്കെ എന്തായാലും സ്വാഭാവികമായിട്ടുണ്ടല്ലോ, ഉണ്ടാവുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് മിനിമം റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ റൂൾസും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന റൂൾസും കൂടി നിങ്ങൾക്ക് ഓക്കെയാണ്, നമ്മളെ ഗിൽഡിലോട്ട് കയറാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഗിൽഡിലത്തെ 1ാമത്തെ റൂൾസാണ് ഗൈസ്, ഏതൊരു ഗിൽഡിൽ കയറി കഴിഞ്ഞാലും ഗിൽഡിൻ്റെ സ്റ്റൈലിൽ ഫോണ്ട് ചേഞ്ച് ആക്കണം. ഓക്കെ, അത് നമ്മളെ ഗിൽഡിലുണ്ട്, F4K എന്നാണ് ഷോർട്ട് നെയിം. അപ്പോൾ നമ്മുടെ ഗിൽഡിൻ്റെ ഫോൺ സ്റ്റൈൽ നിങ്ങൾ പേര് ചേഞ്ച് ആക്കേണ്ടതാണ്. ഓക്കെ, അതുപോലെ തന്നെ 2ാമത്തെ റൂൾസ് നോക്കുവാണെങ്കിൽ ഗൈസ്, നിങ്ങളൊരു ആഴ്ചയിൽ 5K ഗ്ലോറി, അതായത് ഗ്ലോറി എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ ആക്ടിവിറ്റി പോയിന്റ്. ഓക്കെ, ആഴ്ചയിൽ നിങ്ങളൊരു 5000 ആക്ടിവിറ്റി പോയിന്റ് മാത്രം എടുത്താൽ മതി ഗൈസ്. ഇവിടെ പല ഗിൽഡിലും ഒരാഴ്ചയിൽ 7000-7000ൻ്റെ മേലെയൊക്കെയാണ്. ഓക്കെ, പിന്നെ ഗ്ലോറിയും കാര്യങ്ങളൊന്നും അടിക്കണ്ടെന്ന് പറയുന്ന ഗിൽഡ് പോലും ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഗ്ലോറി അടിക്കാൻ വയ്യാത്തൊരു ആ ഗിൽഡിൽ കയറാം. പക്ഷെ നമ്മളെ ഗിൽഡിൽ എന്തായാലും ആഴ്ചയിൽ ഒരു 5000 ഗ്ലോറി മസ്റ്റാണ്. പിന്നെ നോക്കുവാണെങ്കിൽ ഗൈസ് 3ാമത്തെ റൂൾസ് ഗിൽഡ് വാർ പോയിൻ്റ് ആണ് ഗൈസ്. ഓക്കെ, ഗിൽഡ് വാർ പോയിൻ്റ് ആഴ്ചയിൽ 3 ദിവസം ഉണ്ടാവും, ബുധന്, ശനി, ഞായർ. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. 7 മണി മുതൽ 11 മണി വരെയാണ് സമയം. ഓക്കെ, അപ്പോൾ 3 ദിവസമുണ്ട്. ഗിൽഡ് വാർ പോയിന്റിൽ നിങ്ങൾ 200 പോയിന്റ് മസ്റ്റായിട്ടും അടിച്ചിരിക്കണം. ഓക്കെ, 200 പോയിന്റ് നിർബന്ധമാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് അടിക്കാൻ പറ്റില്ലെങ്കിൽ മുൻകൂട്ടി അഡ്മിന് മെസ്സേജ് അയക്കേണ്ടതാണ്. ബ്രോ, എനിക്ക് പോയിന്റ് അടിക്കാൻ പറ്റില്ല, ഇന്നതാണ് കാരണം. അപ്പോൾ അത് ഫെയർ ആണെങ്കിൽ ഓക്കെ. അതുപോലെ തന്നെ 4ാമത്തെ റൂൾസ് നോക്കുവാണെങ്കിൽ ഗൈസ്, നിങ്ങൾ നമ്മളെ ഗിൽഡിൽ കയറിയതിന് ശേഷം നിങ്ങൾ നമ്മളെ ഗ്രൂപ്പിൽ ആഡ് ആക്കുന്നതായിരിക്കും, വാട്സപ്പ് ഗ്രൂപ്പിൽ. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ മസ്റ്റായിട്ടും ആക്റ്റീവ് ആയിരിക്കേണ്ടതാണ് ഗൈസ്, അല്ലാത്ത പക്ഷം നിങ്ങളെ ഗിൽഡിൽ നിന്ന് കിക്കാക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അതായത് റൂൾസായിട്ട് പേര് മാറ്റണം, അതുപോലെ തന്നെ ഗ്ലോറി അടിക്കണം, ഗിൽഡ് വാർ പോയിൻ്റ് അടിക്കണം, പിന്നെ ഗ്രൂപ്പിൽ മസ്റ്റായിട്ടും ആക്റ്റീവ് ആയിരിക്കണം ഗൈസ്. അതുപോലെ തന്നെ ഗിൽഡിലും ആക്റ്റീവ് ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ 3 ദിവസത്തിൽ കൂടെ നിങ്ങൾ ഇന്നാക്റ്റീവ് ആയാൽ നിങ്ങളെ ഗിൽഡിൽ നിന്ന് കിക്കടിക്കുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അഡ്മിൻസിനോട് പറയണം. പിന്നെ എന്തിനാ അഡ്മിൻസ്? അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമ്മളെ ഗിൽഡിൻ്റെ ഡീറ്റെയിൽസും റൂൾസും റിക്രൂട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് നമ്മളെ ഗിൽഡിൽ കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അപ്പോൾ ഗിൽഡിൽ കയറണമെങ്കിൽ കമന്റ് ബോക്സ് ചെക്ക് ചെയ്യുക, അതിലൊരു റിക്രൂട്ട്മെൻറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പാണ്. എന്നിട്ട് അഡ്മിനെ മെസ്സേജ് അയക്കുക. ഓക്കെ, അഡ്മിന് മാത്രം മെസ്സേജ് അയക്കുക. അഡ്മിൻ ചില കാര്യങ്ങൾ ചോദിക്കും നിങ്ങളോട്, അതിനാൾക്കാർ നിങ്ങൾ റിപ്ലൈ കൊടുക്കുക. പിന്നെ നമുക്ക് ഈ ഗിൽഡിൽ കയറുന്നതിന് ചെറിയൊരു ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം നിങ്ങളോട് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മാന്യമായിട്ട് റിപ്ലൈ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഗിൽഡിൽ കയറി ഇത്രയും കാര്യങ്ങളും ചെയ്യാനുണ്ടോ ഗൈസ്? അഡ്മിന് മെസ്സേജ് അയക്കുക, നിങ്ങളുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ചോദിക്കും, അത് അയച്ചു കൊടുക്കുക ഗൈസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഗൈസ് നമ്മളെ ഗിൽഡിൽ കയറണമെങ്കിൽ ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ഒരിക്കൽ കൂടി പറയുകയാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് അടിക്കുക. ഞാൻ സബ്സ്ക്രൈബ് അടിക്കാൻ നിർബന്ധമില്ല, വേണമെങ്കിൽ സബ്സ്ക്രൈബ് അടിച്ചാൽ മതി. പിന്നെ പറ്റുവാണെങ്കിൽ ഹൈ പോയിന്റ് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തന്നെ കമൻറ്റ് ചെയ്താൽ മാത്രം മതി ഗൈസ്, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. അപ്പോൾ അടുത്തേക്കും ബൈ ഗൈസ്.